ഇടുക്കിയിലെ ഏലം കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തി തത്തകളുടെ ശല്യവും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെള്ളയാംകുടി റോഡ്, കട്ടപ്പന. നെടുങ്കണ്ടം മാവടി മേഖലയിലെ കൃഷിയിടങ്ങളിലാണ് തത്തകൾ വ്യാപകമായി നാശം വിതയ്ക്കുന്നത്. കൂട്ടമായി ഏലത്തോട്ടങ്ങളിലെത്തുന്ന ഏക്കർ കണക്കിന് കൃഷിഭൂമിയിലെ ഏലക്കായ്കളാണ് തിന്ന് നശിപ്പിക്കുന്നത്. മാവടിയിലെയും സമീപ മേഖലകളിലെയും ഏലം കർഷകർക്ക് നിലവിൽ കൃഷിഭൂമിയിലെ ജോലികൾ ചെയ്യാൻ സമയമില്ല. പാട്ടകൊട്ടി ശബ്ദമുണ്ടാക്കി എങ്ങനെയും തത്തകളെ തുരത്താനുള്ള തത്രപ്പാടിലാണിവർ. മുൻവർഷങ്ങളിലും തത്തകൾ കൃഷിയിടങ്ങളിൽ എത്തിയിരുന്നെങ്കിലും വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നില്ല. ഇത്തവണയാണ് വിളനാശം കൂടുതൽ. 1 മാസം മുൻപാണ് ഇത്തവണ തത്തകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയത്. നിലവിൽ നൂറുകണക്കിന് തത്തകളാണ് വിവിധ മേഖലകളിലെത്തുന്നത്. വിളവെടുപ്പിന് പാകമായതും അല്ലാത്തതുമായ ഏലക്കായ ഇവ തിന്ന് നശിപ്പിക്കും. ഇത് ഒരു മാസമാണ്. ഇപ്പം ഈ ഏലക്കാട് സീസൺ മഴയൊക്കെ പെയ്തിട്ട് കായ കണ്ടാൽ വന്നിട്ട് തന്നെ 1 മാസത്തിൽ മുന്നോട്ടുള്ള ഡേറ്റ് ആകുന്നുള്ളൂ. 1 മാസത്തോളം അടുത്തായി ഈ തത്തയുടെ ശല്യം വരാൻ തുടങ്ങി. ആദ്യം 1-2 ചെടിയിലൊക്കെ വന്ന് ഇരുന്ന് കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് വ്യാപകമായി 100 കണക്കിന് തത്തയുണ്ട്. അത് പല ബാച്ചുകളായിട്ടാണ് ഇപ്പം പല സ്ഥലങ്ങളിലേക്കും പോകുന്നത്. ഇന്ന് വരുന്ന സ്ഥലത്ത് നാളെ വരത്തില്ല, ചിലപ്പോൾ അതിൻ്റെ അടുത്ത പരിസരത്തായിരിക്കും വരിക. കായുള്ള ചെടി മാത്രമേ ഇത് നല്ല കായുള്ളതെന്ന് പറയുമ്പം കായില്ലാത്ത തത്തം കളയാൻ പറ്റില്ല. അപ്പം നല്ലൊരു കായുള്ള ഈ ഞെള്ളാഴ്ചേരി ചരം വളഞ്ഞു കിടക്കുന്നതിൽ അതിന് മുകളിൽ ആ ചരത്തിൻ്റെ മുകളിൽ വന്നിരുന്നുകൊണ്ട് അത് ചാടിച്ചാടി മറ്റു കിളികളപ്പോൾ ചാടിച്ചാടി നടക്കുന്നില്ല. ആ ചരത്തിൻ്റെ വളവിന് വന്നിരുന്നുകൊണ്ട് 2-3 തത്ത ഓരോ ചെടിക്കോട്ട് വന്നിരുന്നുകൊണ്ട് അത് എത്തി വലിഞ്ഞും എടുക്കാവുന്നിടത്തോളം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇതെടുത്ത് മുറിച്ചതിൻ്റെ അരിയുടെ നീര് കുടിച്ചിട്ട് ബാക്കി കളയാം. അതുകൊണ്ട് ഒരു തത്തയൊക്കെ എന്തുമാത്രം കളയാമെന്ന് നമ്മൾ തത്തകളെ കാണുമ്പോൾ ശരിയായിരിക്കാം, വളരെ ചെറിയൊരു കിളിയാണ്. പക്ഷെ അത് നശിപ്പിക്കുന്നത് ഇതിൻ്റെ അരി എടുത്താൽ സത്ത് മാത്രമേ ഇത് നാക്കെ പറ്റിച്ച് കഴിക്കുന്നുള്ളൂ. അതിന് നമ്മൾ സാധാരണ മരുന്നടിച്ചിട്ടൊന്നും ഇതിന് മരുന്നടിക്കാൻ നോക്കുമ്പോൾ ഏലത്തിൻ്റെ കീടത്തിനൊക്കെ ഉള്ള മരുന്നടിച്ചാലും 1-2 ദിവസത്തേക്കൊക്കെ വരിക എനിക്കൊരു അനുഭവം ഉണ്ട്. എന്നാലും പിറ്റേ 2 ദിവസം കഴിയുമ്പോൾ 3-ാം ദിവസം വീണ്ടും തത്തമ്മ ഇറങ്ങി വ്യാപകമായിട്ട് കളയും. അപ്പോൾ അതിനതൊന്നും അലട്ടുന്ന പ്രശ്നം, അതിനൊന്നും ഒരു പ്രശ്നപരിഹാരമല്ല. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നൊക്കെ കൃഷിക്കാർ സന്ദേഹത്തിലാണ്. എവിടുന്നെങ്കിലും എന്തെങ്കിലും ഫലപ്രദമായ ഒരു മാർഗ്ഗങ്ങൾ ഇതിനെ പ്രതിരോധിക്കാനുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ കൃഷിക്കാരൻ്റെ ആകെ നിലനിൽപ്പാണ് ഈ ഏലകൃഷി. സാധാരണക്കാർ ഇപ്പം എനിക്ക് കാണാൻ വേറെ ഒരു കൃഷിയില്ല, ഈ ഏലകൃഷി കൊണ്ട് മാത്രം നമ്മൾ കഴിഞ്ഞുകൂടി പോകുന്നതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷിയിടങ്ങളിൽ ഇവയുടെ ശല്യം ഉണ്ടാകാറുണ്ട്. ഏലത്തോട്ടത്തിലെ വലിയ മരങ്ങളിലാണ് ഇവ നിലയുറപ്പിക്കുക. കൂട്ടമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങി നാശം വിതയ്ക്കും. പാട്ടുകൊട്ടിയും മറ്റ് ശബ്ദമുണ്ടാക്കി ഇവയെ തുരത്താൻ കർഷകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഫലപ്രദമല്ല. ശബ്ദം കേൾക്കുമ്പോൾ മരങ്ങളിലേക്ക് പറന്നുയരുന്ന ഇവ കർഷകർ മാറിയാൽ ഉടൻ തന്നെ തിരികെ എത്തും. പൂർണ്ണമായും ഇവയെ തുരത്താനാവില്ലെങ്കിലും കൃഷിയിടത്തിന് ചുറ്റും വലിയ ശബ്ദമുയർന്ന തരത്തിൽ സംവിധാനങ്ങളൊരുത്തി പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ നടപടിയുണ്ടാവണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫർണിഷിംഗ് പരിചയപ്പെടുത്തുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ്. ബ്രാൻഡഡ് ക്രോക്കറി ഉൽപ്പന്നങ്ങളുടെയും കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം. സ്റ്റീൽ, അലൂമിനിയം, പ്ലാസ്റ്റിക് ഐറ്റംസ്, ഗ്രോസറി പ്രോഡക്ട്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻസ്. റെഡിമെയ്ഡ് കർട്ടൻസ്, ഫ്ലോർ മാറ്റുകൾ, കാർപ്പറ്റ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ്, ഫ്ലവേഴ്സ്, ഫോംസ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തികഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഫർണിഷിംഗ്, വെള്ളയാംകുടി റോഡ്, കട്ടപ്പന.